ഇന്ന് യാത്രക്കിടെയാണ് ഒരു വീഡിയോ കണ്ടത്. കോഴിക്കോട് പ്രദേശത്തെവിടെയോ ആണെന്ന് തോന്നുന്നു. ഒരു പെൺകുട്ടി KSRTC ബസ് സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിർത്താൻ ആവശ്യപ്പെട്ട് കണ്ടക്ടറോടും ഡ്രൈവറോടും തർക്കിക്കുന്നു. അതിനുശേഷം KSRTC ബസിന്റെ ചില്ല് അടിച്ച് ഉടയ്ക്കുന്നു. തുടർന്ന് ഈ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയും 25,000 രൂപ ഈ ചില്ലിനായി ഫൈൻ ഇടുകയും മാത്രമല്ല ഒരു ദിവസത്തെ KSRTC ബസിന്റെ കളക്ഷൻ ഈ കുട്ടിയെ കൊണ്ട് പണമായി അടപ്പിക്കുകയും ചെയ്തു എന്നാണ് വാർത്തകൾ. ഒരു KSRTC സംവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ തന്നെ KSRTC വലിയ നഷ്ടത്തിലാണ്. നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ KSRTC എന്ന് പറയുന്നത്. അത് ഒരു വിധത്തിൽ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിർത്താൻ ആവശ്യപ്പെടുന്നു. അതും പട്ടാപ്പകലാണ്. രാത്രിയാണെങ്കിൽ പോട്ടെ, ഒരു പെൺകുട്ടിയെ സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിർത്തി ഇറക്കി വിടാൻ നിയമമുണ്ട്. ഇവിടെ ഈ KSRTC ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. കോഴിക്കോട് ഡിപ്പോയാണെന്ന് തോന്നുന്നു. അപ്പം അത് കൃത്യമായി തന്നെ അതിനൊരു ഷെഡ്യൂളുണ്ട്. അത് നിർത്തേണ്ടിടത്ത് മാത്രമേ നിർത്തുകയുള്ളൂ. ഈ കുട്ടി ടിക്കറ്റ് എടുത്തപ്പോൾ കൂടി അത് പറഞ്ഞതാണ് എന്നാണ് കണ്ടക്ടർ പറയുന്നത്. ഇത്തരത്തിൽ ഒരു പഠിക്കുന്ന കുട്ടിയാണെന്ന് തോന്നുന്നു. ഇത്രയും അഹങ്കാരം പഠിക്കുന്ന കുട്ടികൾക്ക്, അതും ഒരു പെൺകുട്ടിക്ക് വരുന്നത് എങ്ങനെയാണ്? ഇതാണോ ഒരു പൊതു സംവിധാനത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയോട് അല്ലെങ്കിൽ ഒരു സർവീസിനോട് ജനങ്ങൾക്കുള്ള വികാരം? ഇവർ പറയുന്നിടത്തൊക്കെ നിർത്തുകയാണെങ്കിൽ നാളെ സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് ഒക്കെ തന്നെ നിർത്താൻ ആരാവശ്യപ്പെട്ടാലും അവർ നിർത്തി കൊടുക്കേണ്ടി വരില്ലേ? ഇപ്പോൾ നമ്മൾ ഒരു സ്റ്റോപ്പ് ഉള്ളിടത്ത് നിർത്തി അതിനകത്ത് ഇറങ്ങി, ചിലപ്പോൾ നമുക്ക് പോകേണ്ട ദൂരം ചിലപ്പോൾ അവിടെ നിന്ന് 1 കിലോമീറ്ററോ 1.5 കിലോമീറ്ററോ അകലെയായിരിക്കും. അവിടെ സ്റ്റോപ്പ് ഇല്ലായിരിക്കും. നമ്മൾ അങ്ങോട്ട് ഓട്ടോ പിടിച്ച് പോവുകയോ നടന്നു പോവുകയോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനെ വിളിച്ച് ലിഫ്റ്റ് ചോദിക്കുകയോ ഒക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. സ്റ്റോപ്പ് ഉള്ളിടത്ത് ഇറങ്ങിയിട്ട് നമുക്ക് പോകേണ്ടിടത്തേക്ക് നമ്മൾ പോകും. അതാണ് KSRTC ആയാലും ഇനി പ്രൈവറ്റ് ബസ്സായാലും അങ്ങനെ തന്നെ. പ്രൈവറ്റ് ബസ്സുകാർ ചിലപ്പോൾ സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിർത്തി കൊടുക്കുമായിരിക്കും. പക്ഷേ ഇത് ഒരുതരം ധാർഷ്ട്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ ഒക്കെ ലക്ഷണമാണ് ഈ കുട്ടി കാണിക്കുന്നത്. ഇതൊരിക്കലും ശരിയല്ല. പ്രത്യേകിച്ചും ഇന്നത്തെ യുവതലമുറ ഇതൊന്നും കണ്ടു പഠിക്കരുത്. സ്ത്രീയാണ് അല്ലെങ്കിൽ താൻ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നതുകൊണ്ട് KSRTC ബസ്സിൽ കയറി കഴിഞ്ഞാൽ തനിക്ക് എവിടെയും ഇറങ്ങാം. അതൊരു സംവിധാനമാണ്. നമുക്ക് ട്രെയിൻ ആണെങ്കിൽ നടക്കുമോ? ഇപ്പം ട്രെയിനിൽ സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു സ്റ്റേഷനിൽ നമുക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് നമ്മൾ ചെങ്ങല വലിക്കുകയാണെങ്കിൽ കൃത്യമായ ഫൈനും അതിൻ്റെ ബാക്കി നടപടികളും ഉണ്ടാകും. ആ ട്രെയിനിന് ആ സ്റ്റോപ്പ് ഉണ്ടോ എന്ന് അന്വേഷിച്ച ശേഷം മാത്രം കയറുക, അല്ലെങ്കിൽ ഇന്ന സ്റ്റോപ്പിൽ നിർത്തുമോ എന്ന് ചോദിച്ച ശേഷം മാത്രം കയറുക. നമ്മളൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ ബസ്സിൽ ധാരാളമായി യാത്ര ചെയ്യുന്നവരാണ്. ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോൾ ഇപ്പോഴായാലും ധാരാളമായി ബസ്സിൽ യാത്ര ചെയ്യുന്നു. എൻ്റെ നാട്ടിലാണെങ്കിലും ബസ്സിലൊക്കെ തന്നെ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. നമ്മൾ ഇന്ന സ്റ്റോപ്പിൽ നിർത്തുമോ അല്ലെങ്കിൽ ഈ സ്ഥലം വഴി പോകുമോ? ഇപ്പോൾ ആ സ്ഥലം വഴിയുള്ള ബസ് അല്ല എങ്കിൽ നിങ്ങൾ ആ സ്ഥലം വഴി എന്തുകൊണ്ട് പോയില്ല, എനിക്ക് പോകേണ്ട സ്ഥലം വഴി നിങ്ങൾ പോകണം എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ KSRTC ബസ്സിൻ്റെ ചില്ല് അടിച്ചു തകർത്താൽ അത് നല്ലതാണ് എന്ന് പറയാൻ പറ്റുമോ? പ്രതിഷേധിക്കാം, പറയാം, പരാതി പറയാം, ഒക്കെ ചെയ്യാം. അത് ജനങ്ങളുടെ അവകാശമാണ്. പക്ഷേ ഒരു പൊതു സ്ഥാപനത്തിൻ്റെ വസ്തുവകൾ നശിപ്പിക്കാനും തല്ലിപ്പൊട്ടിക്കാനും ഒന്നും ആർക്കും അവകാശമില്ല എന്നത് യുവതലമുറ മനസ്സിലാക്കണം. യുവാക്കൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലാന്ന് തോന്നുന്നു. ചില്ല് തല്ലിപ്പൊട്ടിച്ചാൽ അല്ലെങ്കിൽ ഡ്രൈവറെ ചീത്ത വിളിച്ചാൽ, ഡ്രൈവറെ തല്ലിയാൽ, കണ്ടക്ടറെ തല്ലിയാലൊക്കെ കാര്യം നടക്കും എന്നുള്ള തെറ്റായ ബോധമാണ് ഇന്ന് പുതുതലമുറയ്ക്ക് ഉള്ളത് എന്ന് തോന്നുന്നു. എന്തായാലും ഇതൊട്ടും ശരിയായില്ല. അതിൻ്റെ ബാക്കി നടപടിക്രമങ്ങളൊക്കെ തന്നെ നടത്തി എന്നാണ് അറിയുന്നത്. യുവതലമുറ കൂടുതൽ നമ്മുടെ സാമൂഹ്യ വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, നിയമ സംവിധാനത്തിന് കീഴിൽ കൂടുതൽ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഈ ഒരു വീഡിയോ കാണുമ്പോൾ, ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ വീഡിയോ കാണുമ്പോൾ നമുക്ക് പറയാനുള്ളൂ.